ആതുര സേവന രംഗത്ത് 40 വർഷം പാരമ്പര്യവും ജനലക്ഷങ്ങളുടെ വിശ്വാസ്യതയും നേടിയ തൃശൂരിലെ സുധർമ്മ മെട്രോപോളിസ് ലാബ് ഇപ്പോൾ വടക്കാഞ്ചേരിയിലും 40 വർഷത്തെ സേവന പാരമ്പര്യം, നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള 400-ൽ പരം ടെസ്റ്റുകൾ, 200-ലധികം ലാബുകൾ, കൃത്യമായ രോഗനിർണയം, കൂടുതൽ ഡോക്ടർമാരും ടെസ്റ്റുകൾക്കായി നിർദ്ദേശിക്കുന്ന ലാബ്. ഓട്ടുപാറയിൽ ഞങ്ങൾക്ക് ബ്രാഞ്ചുകളില്ല. സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി, ഗണപതി കോംപ്ലക്സ്, കോടതിക്ക് പിൻവശം, ഗേൾസ് ഹൈസ്കൂൾ റോഡ്, വടക്കാഞ്ചേരി. യുവനേതാവിന്റെ പേര് പറയാൻ ഇപ്പോഴും ഉദ്ദേശിക്കുന്നില്ലെന്ന് നടി റിനി ആൻ ജോർജ്. തന്റെ പോരാട്ടം സ്ത്രീകൾക്ക് വേണ്ടിയാണ്. സ്ത്രീകൾ മുന്നോട്ട് വരുമ്പോൾ അതിന്റെ സത്യാവസ്ഥ സമൂഹം ഏറ്റെടുക്കണമെന്ന് റിനി പറഞ്ഞു. ഏതെങ്കിലും പാർട്ടി സ്പോൺസർ ചെയ്തതല്ല താൻ ഉന്നയിച്ച കാര്യങ്ങളെന്ന് റിനി വ്യക്തമാക്കി. വ്യക്തിപരമായി ആരുടെയും പേര് പറയാനോ പ്രസ്ഥാനത്തിന്റെ പേര് പറയാനോ താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് റിനി ആൻ ജോർജ് വ്യക്തമാക്കി. നടപടി എന്താണെങ്കിലും തീരുമാനിക്കേണ്ടത് ധാർമ്മികത മുൻനിർത്തി ആ പ്രസ്ഥാനമാണ്. ഇനിയെങ്കിലും ആ വ്യക്തി നവീകരിക്കപ്പെടണം. ഒരു രാഷ്ട്രീയ നേതാവ് സമൂഹത്തിൽ എങ്ങനെയായിരിക്കണമെന്നത് മാത്രമാണെന്നതാണ് വിഷയമെന്ന് റിനി പറഞ്ഞു. പുറത്തു വന്നിട്ടുള്ള ആരോപണങ്ങൾ തെളിയിക്കേണ്ടതുണ്ട്. ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയരുന്നത്. സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഈ പോരാട്ടം. വ്യക്തിപരമായി തനിക്ക് സന്തോഷമില്ല. തന്റെ ഭാഗത്താണ് ശരിയെങ്കിൽ കാലം തെളിയിക്കുമെന്ന് വിശ്വസിക്കുന്നുവെന്ന് റിനി പറഞ്ഞു. വരുന്ന ആരോപണങ്ങൾ അന്വേഷിക്കേണ്ടതാണെന്ന് റിനി ആവശ്യപ്പെട്ടു. ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡിലാണ് ആ വ്യക്തി. എന്നാൽ പേരെടുത്ത് പറഞ്ഞ് സംസാരിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് റിനി പറഞ്ഞു. ഇപ്പോഴെങ്കിലും കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ നല്ലതാകുമെന്ന് റിനി പറയുന്നു. ആശങ്കകളിലെന്നും തന്റെ ഭാഗം ശരിയെങ്കിൽ ആ ശരിയിലേക്ക് തന്നെ എത്തിച്ചേരുമെന്ന് വിശ്വസിക്കുകയാണെന്ന് റിനി കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.